Okay, നമുക്ക് start ചെയ്യാം. So in the last class, we are discussing about critical reading. What do you mean by critical reading? It is reading between the lines. A critical reader always approaches a reading material like books, magazines, websites, or advertisements with an analytical outlook. He cannot consider whatever is written in the face value. Okay, he or she actively concentrate on the contents and tries to find out the purpose behind that. They are always justify conclusions with evidence and also find out where it is coming. It is coming from the trustful sources or not. Okay, critical reading is always a strategic process. Strategic process means it depends on the requirements. We can speed up or slow down the process based on strategic approach or based on our objectives. എന്താ ഞാൻ പറഞ്ഞത് ഇപ്പോ ക്രിട്ടിക്കൽ റീഡിംഗ് എന്താണെന്നാണ് ചോദിച്ചത് അല്ലേ? ക്രിട്ടിക്കൽ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റീഡിംഗ് ബിറ്റ്വീൻ ദി ലൈൻസ്, വരികൾക്കിടയിലൂടെയുള്ള വായന അല്ലെ? അതാണ് നമ്മളിപ്പം എന്താണോ എഴുതിയിട്ടുള്ളത് ആ എഴുതിയതിന്റെ ഫേസ് വാല്യൂ അല്ല, അതിന്റെ ഇന്നർ മീനിങ് കൺസിഡർ ചെയ്യണം. അപ്പോ റീഡിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെയാവാം? ബുക്സ് ആവാം, സംടൈംസ് മാഗസിൻസ് ആവാം, അല്ലെങ്കിൽ വെബ്സൈറ്റ്സ് ആവാം, അതും അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്സ് ആവാം, എന്തും ആവാം. എന്ത് കാര്യം കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ അതിന്റെ പുറത്തുള്ള കാര്യങ്ങളല്ല, അതിനുള്ളിൽ എന്താണ് ഉള്ളത് എന്നുള്ളതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ റീഡിംഗ്. ക്രിട്ടിക്കൽ റീഡർ ഓൾവേസ് ലുക്ക് ചെയ്യുന്ന എന്തായിരിക്കും? അനലൈസിങ് മൂഡിലായിരിക്കും. അവരെപ്പോഴും അനാലിസിസ് ഫേസിലൂടെ കടന്നു പോകുന്നവരാണ്. ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ആ വായന എന്താണ് വായിച്ചതെന്ന് ജസ്റ്റ് പറയലല്ല, അനലൈസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അനലൈസ് ചെയ്തിട്ട് ദേ റീച്ച് എ കൺക്ലൂഷൻ. ആ കൺക്ലൂഷൻ എങ്ങനെയായിരിക്കണം? വിത്ത് ഫുൾ ഓഫ് എവിഡൻസ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നുള്ള പ്രൂഫ് ഉണ്ടാവില്ലേ? ആ പ്രൂഫ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അത് മാത്രമല്ല, ദേ ഓൾസോ കൺസിഡർ ദി സോഴ്സസ്. കറക്റ്റ് സോഴ്സ് നിന്നാണോ നമുക്ക് ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ക്രിട്ടിക്കൽ റീഡിംഗ് കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ ഈ ക്രിട്ടിക്കൽ റീഡേഴ്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റീഡിംഗ് എന്നൊക്കെ പറയുന്ന പ്രോസസ്സ് ദേ ക്യാൻ ഓൾവേസ് ടാർഗറ്റ് ദി ഓഡിയൻസ്. നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ആ പറയുന്ന കാര്യം ചില സെന്റൻസുകളൊക്കെ പറഞ്ഞാൽ ആ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്ത് നോക്കണം. ജസ്റ്റ് നമുക്ക് മാത്രം മനസ്സിലായിട്ട് കാര്യമില്ല, കേൾക്കുന്നവർക്ക് കൂടി മനസ്സിലായി. ഇപ്പൊ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അപ്പൊ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ, അത് നിങ്ങൾക്ക് കൂടി മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്ത് നോക്കണം. ദേ ഓൾവേസ് ടാർഗറ്റ് ദി ഓഡിയൻസ്. ഇറ്റ്സ് എ സ്ട്രാറ്റജിക് പ്രോസസ് എന്ന് പറഞ്ഞു അല്ലെ? ഒരു സ്ട്രാറ്റജി ഉണ്ടാവണം. വെറുതെ കേൾക്കുക, അതിന്റെ മീനിങ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അങ്ങനെയല്ല. റിക്വയർമെന്റ്സ് എന്താണോ ആ റിക്വയർമെന്റ്സിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ് അതിനനുസരിച്ചിട്ട് സ്ട്രാറ്റജി മാറ്റാം. ക്രിട്ടിക്കൽ റീഡേഴ്സ് എല്ലാവരും ഒരേ സ്ട്രാറ്റജി ആയിരിക്കില്ല ഫോളോ ചെയ്യുന്നുണ്ടാവുക. ബേസ്ഡ് ഓൺ ദി റിക്വയർമെന്റ്സ് വി ക്യാൻ ചേഞ്ച് ദി സ്ട്രാറ്റജി. അപ്പൊ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പം ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അല്ലെ? ചിലത് എത്ര വായിച്ചു കഴിഞ്ഞാലും അല്ലെ എത്ര കേട്ട് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ചിലത് നമുക്ക് സ്പീഡപ്പ് ആയിട്ട് തന്നെ കാര്യങ്ങൾ അണ്ടർസ്റ്റുഡ് ചെയ്യാൻ പറ്റും, ചിലത് വളരെ സ്ലോ ഡൗൺ ആയിട്ട് മാത്രമേ അണ്ടർസ്റ്റുഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സിനനുസരിച്ചിട്ട് you can speed up or slow down the process. That is called critical reading. Always mind il vekkanda karyam, this focused on the inner value, not the face value. Some characteristics of critical reading. First one,
examine the evidence or arguments presented. Examine the evidence or arguments presented. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യണം. ജസ്റ്റ് ഒന്ന് വായിച്ച് പോലല്ല, കംപ്ലീറ്റ് ഫുൾ അതിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കണം, എക്സാമിൻ ചെയ്യണം. നെക്സ്റ്റ്, ചെക്ക് ഔട്ട് എനി ഇൻഫ്ലുവൻസസ് ഓൺ ദി എവിഡൻസ് ഓർ ആർഗ്യുമെന്റ്സ്. തേർഡ് വൺ, check out the limitations of study design or focus. Examine the interpretation made and decide to what extent you are prepared to accept the author's argument, opinions or conclusion. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ക്യാരക്ടറിസ്റ്റിക്സ് പോലെ എഴുതിയതേ ഉള്ളൂ. ജസ്റ്റ് ഒരു കാര്യം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് എക്സാമിൻ ചെയ്യണമെന്ന് പറഞ്ഞു ഫസ്റ്റ് അല്ലെ. വെറുതെ എക്സാമിൻ ചെയ്താൽ മാത്രം പോരാ, ഒരാള് പറയുന്ന ആർഗ്യുമെന്റ്സ് എത്രമാത്രം കറക്റ്റ് ആണ്, നമ്മൾ അതിന്റെ ഒപ്പീനിയൻ, നമുക്ക് പറയാൻ പറ്റുന്ന ഒപ്പീനിയൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എത്രമാത്രം അത് കറക്റ്റ് ആണ് റോങ് ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റണം, കേൾക്കുന്ന ആൾക്ക് പറയാൻ പറ്റണം. പിന്നെ അത് മാത്രമല്ല ലിമിറ്റേഷൻസ് ഉണ്ടാവും പല കാര്യങ്ങളും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ലിമിറ്റേഷൻസ് അണ്ടർസ്റ്റുഡ് ചെയ്തുകൊണ്ടായിരിക്കണം യു ക്യാൻ മേക്ക് എ സ്റ്റഡി ഓഫ് ദാറ്റ്. ഓക്കെ, എല്ലാ കാര്യങ്ങളിലും നമുക്ക് കൈകടത്തി കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടാവും, ആ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഡിസൈൻ സ്റ്റഡി ചെയ്യുന്നതും അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യുന്നതും. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് യു ഹാവ് ടു ഫോളോ ഇൻ എ ക്രിട്ടിക്കൽ റീഡിംഗ് പ്രോസസ്. ഇപ്പൊ ക്രിട്ടിക്കൽ റീഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ക്രിട്ടിക്കൽ റീഡിംഗ് മീൻസ് എനിവൺ It is reading between the lines. Okay. Next topic. Functions of left and right brain. Repeat ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. Functions of left and right brain. This is a cognitive function. Cognitive function. What is cognitive? നമ്മൾ പറയില്ലേ വിജ്ഞാനം, നോളജ് ബേസ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ, knowledge basing functions, that is called cognitive function. So different functions of left and right brain. Actually our human brain is divided into two hemispheres. That means human brain is divided into two parts. The two parts are connected by a tissue. That tissue is called corpus callosum. The tissue is called corpus callosum. The left side of our brain controls the right side of our body, and right side of our brain controls the left part of our body. Vice versa. Okay. They are almost same size. Almost same in size. These two parts, these two hemispheres are associated with different types of functions, different types of cognitive functions. എന്തൊക്കെ പറഞ്ഞു? നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ, ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ നമ്മൾ രണ്ട് പാർട്ട് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ദാറ്റ് പാർട്ട് ഇസ് കോൾഡ് ഹെമിസ്ഫിയേഴ്സ്. ഹെമിസ്ഫിയർ. അപ്പൊ ഹെമിസ്ഫിയേഴ്സ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടിഷ്യൂ ഉണ്ട്, അത് തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ബാൻഡ്. ദാറ്റ് ബാൻഡ് ഇസ് കോൾഡ് കോർപ്പസ് കലോസം. ആ ബാൻഡിനെ പറയുന്ന പേരാണ് കോർപ്പസ് കലോസം. ലെഫ്റ്റ് സൈഡ് ഓഫ് അവർ ബ്രെയിൻ എന്താ ചെയ്യുക? കൺട്രോൾസ് ദി റൈറ്റ് സൈഡ് ഓഫ് അവർ ബോഡി. നേരെ തിരിച്ചു. റൈറ്റ് സൈഡ് കൺട്രോൾ ചെയ്യുന്നത് എന്തായിരിക്കും? റൈറ്റ് സൈഡ് ഓഫ് അവർ ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്നത് എന്തായിരിക്കും? ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. നേരെ തിരിച്ചിട്ട് രണ്ടും സെയിം സൈസ് ആയിരിക്കും, ഓൾമോസ്റ്റ് സെയിം സൈസ് ആയിരിക്കും. ഈ രണ്ട് സൈഡും ഉണ്ടല്ലോ, അവർ രണ്ടാൾക്കാരും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടു സൈഡ്സ്. ലെഫ്റ്റ് സൈഡ്
ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറയുന്നത്, നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ബ്രെയിൻ എന്ന് പറയുന്നത് റാഷണലും അതേപോലെ സീക്വൻഷ്യൽ തിങ്കിങ് ഒക്കെ ആയിരിക്കും. റാഷണൽ ഓർ സീക്വൻഷ്യൽ തിങ്കിങ്. റൈറ്റ് സൈഡ് എന്തായിരിക്കും? ഇൻറ്റ്യൂറ്റേറ്റീവ് ആയിരിക്കും. ഇൻറ്റ്യൂറ്റേറ്റീവ് നോൺ ലീനിയർ തിങ്കിങ്. ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് റാഷണൽ സീക്വൻഷ്യൽ തിങ്കിങ്, റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇൻറ്റ്യൂറ്റീവ് ആൻഡ് നോൺ ലീനിയർ തിങ്കിങ്. എല്ലാ ഇൻഡിവിജ്വൽസിനും ബ്രെയിനിന് 2 പാർട്സ് ഉണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട്, ഈച്ച് ഇൻഡിവിജ്വൽ മസ്റ്റ് ബി മോർ ഡൊമിനന്റ്. ഏതെങ്കിലും ഒരു പാർട്ട് എല്ലാ ഇൻഡിവിജ്വൽസിന്റെയും കൂടുതൽ ഡൊമിനന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഡൊമിനന്റ് സൈഡിലേക്കായിരിക്കും കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ടാവുക? ആ സൈഡിലെ ഇൻഫർമേഷൻ ആയിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ 2 സൈഡാണുള്ളത്. 2 sides are called left and right brain. The brain is divided into 2 hemispheres. It's connected by a band of tissue that is called corpus callosum. They are almost same in size. Left brain controls the right side of our body and right side controls the left side of our body. Left side handles with rational and sequential thinking. Right side associated with intuitive and non-linear thinking. In each individual, one side must be more dominant. So that side must provide more information to the person. Okay. എല്ലാ ഹ്യൂമൻ ബീങ്സിന്റെയും ഈച്ച് പാർട്ട്, ബോത്ത് പാർട്സ് ഉണ്ടാവില്ലേ, അത് ഇൻഡിപെൻഡന്റ്ലി തന്നെ വർക്ക് ചെയ്യും. അപ്പൊ ഒരു സൈഡ് മോർ ഡൊമിനന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം 2 സൈഡും എഫക്റ്റീവ്ലി എഫിഷ്യന്റ്ലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, 2 പാർട്ടും നമ്മുടെ ബ്രെയിനിന്റെ 2 പാർട്സും എഫിഷ്യന്റ്ലി എഫക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ്സ് പെർഫെക്റ്റ് എന്ന് പറയും. 2 സൈഡും ഒരേപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റും, അല്ലെ? യൂഷ്വലി ലെഫ്റ്റ് ബ്രെയിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി. ലെഫ്റ്റ് സൈഡ് ഓഫ് അവർ ബ്രെയിൻ ആണ് ഹയസ്റ്റ് പ്രയോറിറ്റി നമ്മൾ പറയും. എന്തിന്? എഡ്യൂക്കേഷൻ ആൻഡ് ഹയറിംഗ് പ്രോസസ്. കൂടുതൽ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡ് ഓഫ് അവർ ബ്രെയിൻ ആയിരിക്കും. അപ്പൊ റൈറ്റ് സൈഡ് ബ്രെയിൻ എന്താ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക? തിങ്കിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്. റൈറ്റ് സൈഡ് ബ്രെയിൻ എന്താ ഹാൻഡിൽ ചെയ്യുന്നത്? തിങ്കിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്. ഇപ്പൊ ബോത്ത് സൈഡ്സ് ബാലൻസ്ഡ് മാനറിൽ പോയാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? നമ്മളൊരു പ്രോപ്പർ, നമ്മുടെ ഫങ്ഷൻ എഫിഷ്യന്റ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. 2 സൈഡും ബാലൻസ്ഡ് ആയിട്ട് പോകണം. ബട്ട് കുറച്ചുകൂടി പ്രയോറിറ്റി ആർക്കാണ്? ലെഫ്റ്റ് ബ്രെയിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കും എഡ്യൂക്കേഷൻ പേർപ്പസിനൊക്കെ. തിങ്കിങ് പ്രോസസ്സിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക ആരായിരിക്കും? റൈറ്റ് സൈഡ് ആയിരിക്കും. ബട്ട് 2 പേരും ഒരേപോലെ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഫങ്ഷൻ, നമ്മളൊരു പ്രോപ്പർ ബാലൻസ്ഡ് മാനറിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഫിഗർ കാണാം. ഈ ഫിഗറിൽ തന്നെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ബ്ലൂ കളറിലും റൈറ്റ് സൈഡ് റെഡ് കളറിലും അവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ. ലെഫ്റ്റ് ബ്രെയിൻ always responsible for 3 R. 3 R. R, reading, writing and arithmetic. Left side always responsible for 3 R. R's endokya? Reading, writing, arithmetic. Right side, they are focused on sensory, spatial, synthesizing parts. Sensory, spatial and synthesizing part. എന്തൊക്കെയാ സെൻസറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസേഴ്സ് അല്ലെ, നമ്മുടെ വിഷൻ, അങ്ങനെയൊക്കെ കാര്യമില്ലേ, സെൻസ് ചെയ്യാൻ പറ്റുക, ഫീലിങ്സ്, പിന്നെ വിഷൻ, അതേപോലെ തന്നെ എന്താണ് ടേസ്റ്റ് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. സെൻസ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ടാവും അല്ലെ, ഹിയറിങ്, അങ്ങനെയുള്ള കുറെ സെൻസേഴ്സ്. സ്പേഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ ജിയോമെട്രിക്സ് കാര്യങ്ങളൊക്കെ, കമ്പാരിസൺ, ഐഡന്റിഫിക്കേഷൻ, അങ്ങനെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് നമ്മൾ റിലേറ്റ് ചെയ്തിട്ടൊക്കെ നോക്കാറില്ലേ. മറ്റെന്തെങ്കിലും പ്രോപ്പർട്ടി ആയിട്ടൊക്കെ നമ്മൾ ഒബ്ജക്ട്സിനൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നോക്കാറുണ്ട് അല്ലെ. ഏതൊക്കെ ഒരു പ്ലേസ് ഒക്കെ റിമെമ്പർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ആയിട്ട് കമ്പാരിസൺ നടത്താറുണ്ട് അല്ലെ. ഇപ്പൊ സ്പേഷ്യൽ, അപ്പം
കമ്പാരിസൺ പാർട്ട് അതാണ് റൈറ്റ് സൈഡ്. റീഡിങ് റൈറ്റിംഗ് ഒക്കെ നോക്കുന്ന ആരായിരിക്കും? ലെഫ്റ്റ് സൈഡ്. സെക്കൻഡ് പോയിന്റ് എന്താ? ഇൻഫർമേഷൻ പ്രോസസ്ഡ് ലീനിയർലി. ലീനിയർലി മീൻസ് arranged manner, that is sequentially. Arranges piece of data logically before reaching to conclusion. ലെഫ്റ്റ് സൈഡ് അതായത് ഡാറ്റ അറേഞ്ച് ചെയ്ത് നമ്മൾ അറേഞ്ച്ഡ് മാനറിലായിരിക്കും ലെഫ്റ്റ് സൈഡ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആ ഒരു ഓർഡർ വൈസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുക. കുറെ പാർട്സ് ഓഫ് അല്ലെങ്കിൽ പീസസ് ഓഫ് ഇൻഫർമേഷൻ ഗ്രൂപ്പ് ചെയ്തിട്ട് ഹോൾ സിസ്റ്റം ആക്കിയിട്ട് മാറ്റും. അതാണ് ലെഫ്റ്റ് സൈഡ് ചെയ്യുന്നത്. കുറെ പീസസ് ഓഫ് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു കംപ്ലീറ്റ് സിസ്റ്റം ആക്കിയിട്ട് ഡെവലപ്പ് ചെയ്യും. റൈറ്റ് സൈഡ് ഓഫ് ദി ബ്രെയിൻ എന്താ ചെയ്യാ? ഇൻഫർമേഷൻ പ്രോസസ് ഹോളിസ്റ്റിക്കലി. ദാറ്റ് മീൻസ് ദേ ക്യാൻ പ്രൊസീഡ് ഫ്രം ആൻസർ ടു ഡീറ്റെയിൽസ്. നമ്മുടെ കയ്യിൽ ഒരു ആൻസർ ഉണ്ടാവും, ഒരു കൺക്ലൂഷൻ ഉണ്ടാവും. ആ കൺക്ലൂഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി പോവുക. ആരുടെ ഡ്യൂട്ടി അത്? റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ് എങ്ങനെയാ? പീസ് ഓഫ് ഇൻഫർമേഷൻ ടു ആൻസർ. റൈറ്റ് സൈഡ് ഓപ്പോസിറ്റ്, അതായത് ആൻസറിന് പീസസ് ഓഫ് ഇൻഫർമേഷൻ. തേർഡ് പോയിന്റ്, ഇറ്റ് കൺട്രോൾസ് ഫീലിംഗ്സ് ആൻഡ് എംഫസൈസ് ലോജിക്. ലോജിക്കിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ്. നിങ്ങൾക്ക് ഈ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ ആണല്ലേ അനാലിസിസ്, ലോജിക്, ഐഡിയാസ്, ഫാക്ട്, മാത്തമാറ്റിക്കൽ ട്രെയിനിങ്, നോളജ് കാര്യങ്ങളൊക്കെ എവിടെയാ ഉള്ളത്? ലെഫ്റ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ കൺട്രോൾസ് ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ ലോജിക്കിനാണ് അവര് പ്രയോറിറ്റി കൊടുക്കുന്നത്. റൈറ്റ് സൈഡ് എങ്ങനെയായിരിക്കും? എക്നോളജിങ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻ. എക്നോളജിങ് ആണ്, ഫീലിങ്സിനും ഇമോഷനും എക്നോളജി ചെയ്യലാണ്. ഓക്കെ, കൺട്രോൾ ചെയ്യാനല്ല. നമുക്ക് നമ്മളിപ്പോ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ, അത് നമ്മൾ പുറത്ത് കാണിക്കുന്നതാണ് റൈറ്റ് സൈഡ് കൂടുതലായിട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാനാണ് ലെഫ്റ്റ് സൈഡ് നോക്കുക. നെക്സ്റ്റ്, ടാസ്ക് പ്രോസസ് സീക്വൻഷ്യലി. ഓൾറെഡി പറഞ്ഞില്ലേ, അറേഞ്ച്ഡ് മാനറിലായിരിക്കും ടാസ്ക് പോകുന്നുണ്ടാവുക. കംപ്ലീറ്റ് ടാസ്ക് ഇൻ ഓർഡർ. It always responds to schedules and list. Is comfortable with planning and structuring. പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഓർഡറിൽ ചെയ്യാൻ പറ്റുള്ളൂ കാര്യങ്ങൾ അല്ലെ. പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങളൊന്നും നമുക്ക് ഓർഡർ വൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓൾവേസ് ഫോക്കസ് ചെയ്യുന്നത് ലിസ്റ്റിലായിരിക്കും. ലിസ്റ്റ് എന്ന് വെച്ചാൽ തന്നെ എന്താ? ഓർഡർലി അറേഞ്ച്മെന്റ് ആണ്. അല്ലെ ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡർലി അറേഞ്ച്മെന്റ്സ് ആണ്. ഇപ്പൊ ലീനിയർ കോൺസെൻട്രേഷൻ ആണ് കൂടുതലായിട്ട് എങ്ങോട്ട് നടക്കുന്നത്? ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ബ്രെയിനിൽ നടക്കുന്നത്. റൈറ്റ് സൈഡിൽ എന്തായിരിക്കും? അപ്പോൾ ടാസ്ക് കംപ്ലീറ്റഡ് റാൻഡംലി. അവിടെ സിസ്റ്റമാറ്റിക് അല്ല. ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായിരിക്കും? ലാസ്റ്റ് ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ മിഡിൽ പോർഷൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. കുറെ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ടാവും, ബട്ട് അത് ഓർഡർലി സെലക്ട് ചെയ്യാൻ ഒരിക്കലും റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. എന്താ ചെയ്യുക? റാൻഡംലി സെലക്ട് ചെയ്യുക. റാൻഡംലി സെലക്റ്റഡ്. ചിലപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ തേർഡ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക, ദെൻ ഫിഫ്ത്ത് ആയിരിക്കും സെലക്ട് ചെയ്യുക. ഒരു ഓർഡർ ഒന്നുമില്ല. റാൻഡം ആയിട്ട് നമുക്ക് ഏതൊക്കെ ഇൻഫർമേഷൻ ആണോ നമ്മുടെ മൈൻഡിലേക്ക്, ചില സമയത്ത് നമ്മുടെ മൈൻഡ് അപ്സെറ്റ് ഒക്കെ ആവുന്ന സമയത്ത് കറക്റ്റ് ഐഡിയാസ് ഒന്നും നമുക്ക് മനസ്സിലേക്ക് വരില്ല അല്ലെ. റാൻഡം ഐഡിയാസ് ഒക്കെ ആയിരിക്കും മനസ്സിലേക്ക് വരുന്നുണ്ട്. അതേപോലെ റൈറ്റ് സൈഡ് ഓൾവേസ് ചൂസ് റാൻഡം. നെക്സ്റ്റ് വൺ, ലെഫ്റ്റ് സൈഡ് സ്കിൽഫുൾ ഇൻ പ്രോസസിംഗ് ഡാറ്റ റെപ്രസെന്റഡ് ബൈ സിംബൽസ് ആൻഡ് നമ്പേഴ്സ്. ഡാറ്റ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംബൽസ്, നമ്പേഴ്സ് ഒക്കെ ഉള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യുക. റൈറ്റ് സൈഡോ കോൺക്രീറ്റ് കോൺസെപ്റ്റ്സ് ആണ്. ഒരു വെയ്ഗ് ഐഡിയ, കറക്റ്റ് റെപ്രസെന്റേഷൻ അല്ല, ഒരു ക്ലിയർ ഐഡിയ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തൊക്കെയോ കോൺസെപ്റ്റ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെയോ കോൺസെപ്റ്റ്, റാൻഡം ഐഡിയാസ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. ലെഫ്റ്റ് സൈഡ് ഓൾവേസ് ചൂസ് കോസ് ആൻഡ് എഫക്ട്. ലോജിക്കൽ കൺക്ലൂഷൻസ് ആണ്. ഫോർ ടു മെനി ഇഷ്യൂസ് ദേ ക്യാൻ ഡ്രോ ലോജിക്കൽ കൺക്ലൂഷൻ. നമ്മുടെ കയ്യിൽ ഒരുപാട് ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ കോസും എഫക്റ്റും കറക്റ്റ് ആയിട്ട് ഇന്ന കാരണം, അതിന്റെ എഫക്ട്, അതിന്റെ റിസൾട്ട് ഇതാണ്, കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ഇവിടെ എന്താ? ഇൻറ്റ്യൂട്ടീവ് ആണ് അല്ലെ, സിമിലാരിറ്റീസ് ആണ്, ഓൾട്ടർനേറ്റീവ്സ് ആണ്. ഒരു ക്വസ്റ്റ്യന് പോസിബിലിറ്റീസ് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. പോസിബിലിറ്റീസ് മാത്രം, അല്ലെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് മാത്രമേ നമുക്ക് റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ലെഫ്റ്റ് സൈഡ് എന്താണ്? കറക്റ്റ്, അതിന്റെ ആൻസർ എന്താണല്ലോ കറക്റ്റ്,
കോസ് അതിന്റെ എഫക്ട് കറക്റ്റ് ആൻസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അത് മാത്രമല്ല ഒരുപാട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൽ ഓരോന്നിന്റെയും കാരണം എന്താണ്, അതിന്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യും. ടു മെനി ഇഷ്യൂസിന്റെ അകത്ത് സെലക്ട് ചെയ്യാം. ഓക്കെ, then left side always prefer validated and quantified data. Validated and quantified data. Validated എന്ന് പറഞ്ഞാൽ എന്താ, എറർ ഫ്രീ ആയിട്ടുള്ള ഡാറ്റ അല്ലെ, ക്വാണ്ടിഫൈഡ് ഡാറ്റ. റൈറ്റ് സൈഡ് എന്തായിരിക്കും, അൺസർട്ടൻ ഡാറ്റയാണ്. അൺസർട്ടനിറ്റി നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ല, എന്തൊക്കെയോ ഒരു വേഗ് ആയിട്ടുള്ള ഒരു ആൻസർ മാത്രം, അൺസർട്ടൻ ആയിട്ടുള്ള ഐഡിയാസ്, ക്രിയേറ്റിവിറ്റി ഇല്ല. Left side seeing differences and dissimilarities works by contrast. അതായത് ഡിഫറൻസും ഡിസിമിലാരിറ്റീസും ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ലെഫ്റ്റ് സൈഡിന് പറ്റും. ഇപ്പം എന്താണ്, സിമിലാരിറ്റീസ് മാത്രമേ അവർ ഫൈൻഡ് ഔട്ട് ചെയ്യുള്ളൂ. റൈറ്റ് സൈഡ് ഓൾവേസ് ഫൈൻഡ് ഔട്ട് ദി സിമിലാരിറ്റീസ്. ദെൻ ഹൈലി വെർബൽ ആണ്, റെസ്പോൺസ് ടു വെർബൽ ഇൻസ്ട്രക്ഷൻ. റൈറ്റ് സൈഡ് ഇസ് നോൺ വെർബൽ. ദേ ക്യാൻ ഓൾവേസ് റെസ്പോൺസ് ടു വിഷ്വൽ ഓർ ഗ്രാഫിക്കൽ ഇൻസ്ട്രക്ഷൻസ്. കേട്ട് കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ലെഫ്റ്റ് സൈഡ് ബ്രെയിന്, വെർബൽ ഇൻസ്ട്രക്ഷനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ബട്ട് റൈറ്റ് സൈഡ് ബ്രെയിൻ എപ്പോഴും വിഷ്വൽ ആയിരിക്കും, വിഷ്വൽ മെത്തേഡ്സിനോടാണ് കൂടുതലായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവുക. ഒപ്റ്റിമിസം ആൻഡ് ജോൾനെസ് പ്രൊവൈഡ്സ് ആണ് ആര്, ലെഫ്റ്റ് സൈഡ്. പെസിമിസം ആൻഡ് ഇമോഷൻസ് ആണ് കൂടുതൽ റൈറ്റ് സൈഡ് ഹാൻഡിൽ ചെയ്യുക. ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റിവിറ്റി അല്ലെ, ശുഭാപ്തി വിശ്വാസം, അതാണ്. അപ്പൊ പോസിറ്റിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡ് എന്താണ്, പെസിമിസം ആണ്, നെഗറ്റിവിറ്റി ആണ് കുറച്ച് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇമോഷൻസ് കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ റൈറ്റ് സൈഡിനാണ് പറ്റും, റൈറ്റ് സൈഡ്. അപ്പൊ 10 ഡിഫറൻസസ് ഉണ്ട്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫങ്ഷൻസ് ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ. അപ്പൊ അത് പറയുന്നതിന് മുന്നേ വാട്ട് ആർ ദ കോഗ്നിറ്റീവ് ഫങ്ഷൻസ്. ഇവിടെ ഈ ഫിഗറിന്റെ അകത്ത് റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ക്രിയേറ്റിവിറ്റി, ഇൻറ്റ്യൂഷൻ, ആർട്സ്, ക്രിയേഷൻ, ഫീലിംഗ്, ഇമാജിനേഷൻ. കൂടുതലായിട്ടും ഇമാജിനേഷന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് ഏത്, റൈറ്റ് സൈഡ്. നോളജ് ബേസ് ആയിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എവിടെയാണ്, ലെഫ്റ്റ് സൈഡിൽ. ഇത്രയും ഡിഫറൻസസ് ഉണ്ട്. ഈ ഡിഫറൻസസ് ക്ലിയർ ആണല്ലോ, പറഞ്ഞത് ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ. നെക്സ്റ്റ് വൺ, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. IQ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, IQ എന്താ, ഇന്റലിജന്റ് കോഷ്യന്റ്. IQ is the common measurement for intelligence. നമ്മൾ അങ്ങനെയല്ലേ പറയാ, ഇന്റലിജൻസ് എന്ന് പറയുന്ന മെഷർമെന്റ്. നമ്മൾക്ക് ഒരാൾക്കൊരു ബുദ്ധി ഉണ്ട്, നമ്മൾ മെഷർ ചെയ്യുന്ന എന്താ, IQ യൂസ് ചെയ്തിട്ടായിരിക്കും അല്ലെ, IQ. അപ്പൊ IQ എന്ന് പറയുന്നത് ഓൾവേസ് എന്താ ടെസ്റ്റ് ചെയ്യുക, they test short term memory. IQ always test short term memory, analytical thinking, mathematical ability, spatial recognition. IQ think ചെയ്യുന്ന, IQ എന്ന് പറയുന്ന കാര്യം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ മെമ്മറി ടെസ്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ട്, അനലൈസ്, കുറെ കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ IQ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധി ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മൾ അതിൽ പെർഫെക്റ്റ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഓർമ്മയൊക്കെ കുറയുന്ന, മെമ്മറി ലോസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ IQ കുറച്ച് കുറവായിരിക്കും അല്ലെ. ഇപ്പൊ റെക്കഗ്നേഷൻ, ഡിഫറെന്റ് ഒബ്ജക്ട്സ് തമ്മിൽ നമുക്ക് ഈ ഒബ്ജക്ട്സ് ഒക്കെ കാണുമ്പോൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പറ്റണം അല്ലെ. ഇപ്പൊ മാത്തമാറ്റിക് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം സൊല്യൂഷൻ, എന്ത് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അപ്പൊ അതൊക്കെ നമ്മൾ IQ ഡിറ്റർമൈൻ ചെയ്യുന്ന കോമൺ മെഷർമെന്റ്സ് ആണ്. അപ്പോ IQ ആണ് ഹ്യൂമൻ ഇന്റലിജൻസിന്റെ മെഷർമെന്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം. ഹ്യൂമൻ ഇന്റലിജൻസിന്റെ മെഷർമെന്റ് ആയിട്ട് നമ്മൾ ബേസ് ആയിട്ട് നോക്കുന്ന ഒരു കാര്യം എന്താണ്, IQ ആണ്. ഡോക്ടർ ഹവാർഡ് ഗാർഡ്നർ, he is an American psychologist. He proposes theory of intelligence that is called multiple intelligence. Dr. Howard Gardner, he is an American psychologist. He proposes theory of multiple intelligence in 1983. ഓരോ ഹ്യൂമൻ ബീയിങ്ങിനും ഡിഫറെന്റ് കാറ്റഗറിയിലായിരിക്കും ഇന്റലിജൻസ് ഉണ്ടാവുക.
ചില ആൾക്കാർക്ക് പഠിക്കാൻ ഭയങ്കര കഴിവായിരിക്കും, ചില ആൾക്ക് പാട്ട് പാടാനായിരിക്കും ഭയങ്കര കഴിവ്, അല്ലെ? ചില ആൾക്കാർക്ക് പിക്ചർ ഡ്രോയിങ് വരയ്ക്കുന്നതിലായിരിക്കും കൂടുതൽ കഴിവ്. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസിലായിരിക്കും പലരുടെയും ഇന്റലിജൻസ് ഉണ്ടാവുക. ചില ആൾ ഡാൻസേഴ്സ് ആയിരിക്കും, ചില ആൾ കുക്കിംഗ് ആയിരിക്കും, അത് ഡിഫറെന്റ് ഏരിയ ആയിരിക്കും. അപ്പൊ ആ ഡിഫറെന്റ് ഏരിയ പറയുന്നതാണ് എന്ത്? തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ഡിഫറെന്റ് ഏരിയാസ് പറയുന്നതാണ് എന്ത്? തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. It can be proposed by Dr. Howard Gardner. He is an American psychologist. He proposed that theory in 1983. 1983. He told 8 different types of intelligence. 8 different types of intelligence for individuals. അപ്പോൾ ഒരാൾക്ക് തന്നെ ഒന്നിലധികം കഴിവുകൾ ഉണ്ടാവും ചിലപ്പോൾ, അല്ലെ? ഒറ്റ കഴിവ് മാത്രമേ അല്ലായിരിക്കും, പലതരം കഴിവുകൾ ഉണ്ടാവും. ബട്ട് ഓരോ ഹ്യൂമൻ ബീങ്സിനും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് ആയിരിക്കും. മൊത്തത്തിൽ 8 ഇന്റലിജൻസ് പറഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പറഞ്ഞിട്ടുണ്ട്. 8 അത് ഓരോരാൾക്കും ഓരോ രീതിയിലായിരിക്കും വാരി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ വി ക്യാൻ സി വൺ ബൈ വൺ. ഫസ്റ്റ് വൺ, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്, ആ വേർഡിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. ഇറ്റ് പ്രിഫേഴ്സ് വിത്ത് വർക്കിംഗ് നമ്പേഴ്സ്, ലോജിക്സ്, പാറ്റേൺസ്, മാത്തമാറ്റിക്സ്, അബ്സ്ട്രാക്ട് തോട്ട്സ്. അബ്സ്ട്രാക്ട് തോട്ട്സ് എന്തൊക്കെയാണ്? ലോജിക്, മാത്തമാറ്റിക്സ്, they can always deals with the numbers. ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ള ആൾക്കാര് നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കും ഓൾവേസ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ മാത്തമാറ്റിക്സ് ആയിട്ട്, ലോജിക്സ് ആയിട്ട്, പാറ്റേൺസ്, അതുപോലെ അബ്സ്ട്രാക്ട് തോട്ട്സ്. എന്താ ഈ അബ്സ്ട്രാക്ട് തോട്ട്സ് എന്ന് പറഞ്ഞാൽ? അബ്സ്ട്രാക്ട് തോട്ട്സ് എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് തിങ്കിങ് വിത്ത് കോംപ്ലക്സ് കോൺസെപ്റ്റ്. കോംപ്ലക്സ് അത് ചെറിയ ചെറിയ വിഷയങ്ങളൊന്നും ആയിരിക്കില്ല, വലിയ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളായിരിക്കും തിങ്ക് ചെയ്യുന്നുണ്ടാവുക. തിങ്കിങ് മാത്രമല്ല, അതിനെക്കുറിച്ച് മനസ്സിലാക്കാനാണ് അവർ കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. ദാറ്റ് ഈസ് കോൾഡ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. മെയിൻലി ഈ അബ്സ്ട്രാക്ട് തോട്ട്സ് ഇത് ഏറ്റവും കൂടുതൽ പറ്റുമെന്ന് പറയുന്നത് നമ്മൾ ഹ്യൂമർ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഈ കൊമേഡിയൻസിന് എപ്പോഴും ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആയിരിക്കും. കാരണം അവരെപ്പോഴും മറ്റുള്ളവരെ ചിരിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക, അല്ലെ? അപ്പൊ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ചെറിയ ചെറിയ കോമഡീസ് ഒന്നും ചിലപ്പോൾ പറഞ്ഞാലും മറ്റുള്ളവർക്ക് അങ്ങനെ പെട്ടെന്ന് ചിരി വരണം എന്നൊന്നുമില്ല. അപ്പൊ അവരെന്തായിരിക്കും, വളരെയധികം ഹ്യൂമറസ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിരിക്കും എപ്പോഴും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടാവും. സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഒന്നും അല്ല ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പം സാധാരണ രീതിയിൽ മാത്തമാറ്റിക്സ്, ലോജിക്സ് ഒക്കെ എല്ലാവരും ഡീൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ബട്ട് ഇങ്ങനെയുള്ള ഹ്യൂമർ പോലുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാർ കുറച്ചുകൂടി കോംപ്ലക്സ് തോട്ട്സിന്റെ ആൾക്കാരായിരിക്കും. അവരെപ്പോഴും വിഷമം പിടിച്ച കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് നർമ്മം ഡെവലപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞത്? ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് മീൻസ് ദേ പ്രിഫർ വർക്കിംഗ് വിത്ത് നമ്പേഴ്സ്, ലോജിക്സ്, പാറ്റേൺസ്, mathematics and abstract thoughts. Second type of person, linguistic intelligence. Linguistic. They are comfortable with words. Mathematical numbers ആണെങ്കിൽ linguistic എന്താണ്? They are comfortable with the words, languages and linguistic. What is linguistic? Linguistic means it's a scientific study of a particular language. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഇറ്റ്സ് എ ലിംഗ്വിസ്റ്റിക് വേർഡ്. വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, ഇപ്പൊ മലയാളത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ലിംഗ്വിസ്റ്റിക് വേർഡ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ഒക്കെ നമ്മൾ പഠിക്കില്ലേ, അതിനാണ് ലിംഗ്വിസ്റ്റിക് എന്ന് പറയും. അവരെപ്പോഴും ഡീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വേർഡ്സ് വെച്ചിട്ടായിരിക്കും. ഈ കഥ, കവിത എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ റൈറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ദേ ആർ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. അവർ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യും, എന്നിട്ട് ആ ലാംഗ്വേജിൽ ഡിഫറെന്റ് കോൺസെപ്റ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യും, അല്ലെ? എന്നിട്ടാണ് അവര് സ്റ്റോറി, പോയംസ് ഒക്കെ റൈറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത്തരം ആൾക്ക് ഇപ്പൊ നോവൽസ് ഒക്കെ റൈറ്റ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺസെപ്റ്റ്സ് അവർ ഓൾവേസ് ഡീൽസ് വിത്ത് വേർഡ്സ്, ലാംഗ്വേജസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ഡീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെ? മലയാളത്തിൽ കവിത എഴുതുന്ന ആൾക്കാരുണ്ടാവും, അല്ലെ മലയാളത്തിൽ കഥ എഴുതുന്നവരുണ്ടാവും, ഇംഗ്ലീഷിലും ചെയ്യുന്നവരുണ്ടാവും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് അവർക്ക് അറിയാമെങ്കിൽ അതിന് ചെയ്യുന്നവരുണ്ടാവും. ഡിഫറെന്റ് ടൈപ്സ്. ഒരാൾക്ക് തന്നെ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് അറിയാമെങ്കിൽ എന്താണ്, അവർ അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യും. They are called linguistic intelligence. A scientific study of a particular language. That is called linguistic.
Third one, musical intelligence. Musical intelligence. They can adapt with music, rhythms, or tonal patterns. മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പാട്ട് പാടാൻ കഴിവുള്ളവർ മാത്രമല്ല, റിതം ഹാൻഡിൽ ചെയ്യുന്നവർ. അതായത് പാട്ടുപാടൽ മാത്രമല്ല, അവിടെ എന്താണ് ഇപ്പൊ മ്യൂസിക് കോമ്പോസിഷൻസ് ഒക്കെ ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ എന്താണ് മ്യൂസിക്കൽ ഇന്റലിജൻസ് ആയിരിക്കും അല്ലെ. അവരെപ്പോഴും എന്താ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാട്ടുണ്ടാക്കൽ മാത്രമല്ല, ഈ നമ്മുടെ വയലിൻ, ഗിറ്റാർ, കീബോർഡ് എന്നൊക്കെ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുന്നവർ, ദേ ആർ ഓൾ മ്യൂസിക്കൽ ഇന്റലിജൻസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മ്യൂസിക് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. ഇപ്പൊ നമുക്ക് തന്നെ എന്തെങ്കിലും ട്യൂൺ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ മ്യൂസിക്കൽ ഇന്റലിജൻസ് ആയിട്ട് അല്ലെ. പാട്ട് പാടാൻ കഴിവെന്ന് മാത്രമല്ല, ആ സ്കില്ല് മാത്രമല്ല, മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിസർച്ച് ഇൻ എ മ്യൂസിക് ഫീൽഡ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഫീൽഡിൽ റിസർച്ച് നടത്തുന്നവർ. ഓക്കെ, അവർക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മ്യൂസിക്കിന്റെ ഡിഫറെന്റ് വേർഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മ്യൂസിക്, ഇപ്പൊ ക്ലാസിക്കല്, പോപ്പ്, ഹിപ്പ് എന്നൊക്കെ പറഞ്ഞ പല ടൈപ്പ് ഓഫ് മ്യൂസിക് കാറ്റഗറീസ് അവർക്ക് അറിയായിരിക്കും. അവരതിലാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്താ? സ്പേഷ്യൽ ഇന്റലിജൻസ്. സ്പേഷ്യൽ ഇന്റലിജൻസ്, they have the ability to visualize with the mind's eye. സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എബിലിറ്റി ടു വിഷ്വലൈസ് വിത്ത് മൈൻഡ്സ് ഐ. ഈ ഉൾക്കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നൊക്കെ പറയില്ലേ, എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ അവർക്കത് നമുക്ക് എന്താ പറയാ, പുറമേ അല്ലാതെ നമ്മളെ മനസ്സിൽ തന്നെ നമ്മൾ അതിനെ കുറിച്ചൊരു ഐഡിയ ഡെവലപ്പ് ചെയ്യും അല്ലെ. ദാറ്റ് ഈസ് കോൾഡ് സ്പേഷ്യൽ ഇന്റലിജൻസ്. They have always deals with images, visualization and spatial relationship. ഇപ്പൊ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതുപോലെ വരക്കുക, ഡ്രോയിങ് ചെയ്യുക, പെയിന്റ് ചെയ്യുക, അതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ. ഇപ്പൊ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ അതുപോലെ വിഷ്വലൈസ് ഒക്കെ ചെയ്യുന്നവരുണ്ടാവും അല്ലെ. നോക്കി വരക്കലല്ല, നമുക്കിപ്പോ ഒരു ഒബ്ജക്റ്റിനെ പറ്റി കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ തന്നെ നമ്മളത് എന്താണെന്ന് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് വിഷ്വലൈസ് ചെയ്യും അല്ലെ. അത്തരം ആൾക്കാരെ പറയുന്നതാണ് എന്ത്? സ്പേഷ്യൽ ഇന്റലിജൻസ്. ദേ ഹാവ് ദ എബിലിറ്റി ടു വിഷ്വലൈസ് വിത്ത് മൈൻഡ്സ് ഐ. ദേ ക്യാൻ ഡ്രോ, പെയിന്റ്. ഈ ഡ്രോയും പെയിന്റും മാത്രമല്ല, പിന്നെ റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് കേൾക്കുമ്പോൾ അതിനെ കുറിച്ച് റൈറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും നമുക്ക് അല്ലെ. ജസ്റ്റ് ഇപ്പൊ ഒരു ഒബ്ജക്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക. ദിസ് ഇസ് ഓൾസോ എ ടൈപ്പ് ഓഫ് സ്പേഷ്യൽ ഇന്റലിജൻസ്. പാറ്റേൺ റെക്കഗ്നേഷൻ, കമ്പാരിസൺ നടത്തുക. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സ് കണ്ടുകഴിഞ്ഞാൽ അതിന്റെ സിമിലാരിറ്റീസ്, ഡിസിമിലാരിറ്റീസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക. പാറ്റേൺ റെക്കഗ്നേഷൻ, ദാറ്റ് ഈസ് കോൾഡ് സ്പേഷ്യൽ ഇന്റലിജൻസ്. നെക്സ്റ്റ് വൺ, bodily kinesthetic. They are excellent in body awareness. Control movements, balancing, effective communication through body language. അവർ വേർബൽ കമ്മ്യൂണിക്കേഷനേക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബോഡി ലാംഗ്വേജിലായിരിക്കും. ബോഡി ലാംഗ്വേജ് ഇപ്പൊ ഈ ആക്ടേഴ്സിനൊക്കെ പറയാറില്ലേ, അവരുടെ ശരീരം കൊണ്ടുപോലും അവർ അഭിനയിക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അതേപോലെ ചില ബോഡി മൂവ്മെന്റ്സ് കാണുമ്പോൾ അല്ലെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഡാൻസേഴ്സ് ഒക്കെ പല സ്റ്റെപ്പുകൾ ഒരു ബാലൻസ് ചെയ്തൊക്കെ നിൽക്കാറുണ്ട്. അപ്പൊ അത്തരം ആളുകളെ എന്ത് പറയാ? ബോഡിലി കൈനസ്തെറ്റിക്. അവർക്ക് ബോഡിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് അവയർനെസ് ഉണ്ടാവും. ബോഡി അവയർനെസ്. ദേ ആർ അവെയർ ഓഫ് ബോഡി. മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യുക. ഓക്കെ, മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യുക, ബാലൻസിങ് നടത്തുക. പിന്നെ ഗസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ആംഗ്യമൊക്കെ കാണിക്കില്ലേ, ബോഡി ലാംഗ്വേജസ് കൊണ്ടുള്ള ഗസ്റ്റേഴ്സ്, അതിനൊക്കെയുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? ബോഡിലി കൈനസ്തെറ്റിക്. നെക്സ്റ്റ് ടൈപ്പ്, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് 2 types ഉണ്ട്. ഇന്റർപേഴ്സണലും ഉണ്ട്, ഇൻട്രാപേഴ്സണലും ഉണ്ട്. 2 types of intelligence ആണ്, interpersonal intelligence and intrapersonal intelligence. Interpersonal intelligence എന്ന് വെച്ച് കഴിഞ്ഞാൽ they are aware of others ആയിരിക്കും. Others. They can build empathy. Interested to work with the teamwork. Interpersonal communication. ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ടാവും. കാര്യങ്ങളൊക്കെ ഗ്രൂപ്പായിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. They are interpersonal intelligence.
മറ്റുള്ളവരുടെ വിഷമം നമ്മുടേതാണെന്ന് വിചാരിക്കുക. എംപതി പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. ദാറ്റ് ഈസ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഇൻട്രാപേഴ്സണലോ, they are highly self-aware. They provide rich inner life. നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. മറ്റുള്ളവരോട് അധികം കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഇഷ്ടമുണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. വേറൊരാളുടെ ഹെൽപ്പ് വേണ്ട എന്ന് വിചാരിക്കുന്നത്. അത്തരം ആൾക്കാരെ എന്ത് പറയാ? ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. They are highly self-aware and rich of inner life. അവരുടേതായിട്ടുള്ള ലൈഫിലേക്കായിരിക്കും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും അവർക്ക്. ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ആണ് നാച്ചുറലിസ്റ്റ് ഇന്റലിജൻസ്. അപ്രീസിയേഷൻ ആൻഡ് റെസ്പെക്ട് ഫോർ all life forms. They are able to draw inspiration from the nature. Conscious about one's relationship with the nature. നാച്ചുറലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് പ്രകൃതിയോടായിരിക്കും കൂടുതലായിട്ട് ഇത്. അതായത് നമ്മൾ ചുറ്റുപാട് കാണുന്ന സറൗണ്ടിങ്സ് നിന്ന് കാണുന്ന കുറെ കാര്യങ്ങളിൽ നിന്ന് അവർ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആവുക. ആരും ഒന്നും പറയുന്നു വേണ്ടല്ല. ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ ചുറ്റും കാണുന്ന എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ദേ ആർ മോട്ടിവേറ്റഡ്. അത് മാത്രമല്ല, അപ്രീസിയേഷൻ, അതേപോലെ റെസ്പെക്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാനും അതേപോലെ റെസ്പെക്ട് ചെയ്യാനൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. അല്ലെ, അതിനുള്ള കഴിവുണ്ടാവും, കപ്പാസിറ്റി ഉണ്ടാവും. റെസ്പെക്ട് ഒക്കെ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, എന്താണ്, നേച്ചർ, ചുറ്റും കാണുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും വിഷമം സംഭവിച്ചാൽ അവർ തന്നെ അതിൽ ഫീൽ ആവും. എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻസ് അവർ ഫൈൻഡ് ഔട്ട് ചെയ്യും. അങ്ങനെയുള്ള ആളുകളെയാണ് നാച്ചുറലിസ്റ്റ് ഇന്റലിജൻസ് എന്ന് പറയും. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് പറഞ്ഞു. മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, 8 ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ലോജിക്, മാത്തമാറ്റിക്കൽ, ദേ ക്യാൻ ഡീൽ വിത്ത് നമ്പേഴ്സ്. ലിംഗ്വിസ്റ്റിക് ആണെങ്കിൽ ദേ ക്യാൻ ഡീൽ വിത്ത് വേർഡ്സ്. മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള്. സ്പേഷ്യൽ, ബോഡ്ലി കൈനസ്തെറ്റിക്, ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ ആൻഡ് naturalist. 8 multiple intelligence. It can be proposed by Dr. Howard Gardner. Okay, clear ആണോ പറഞ്ഞത്? Okay ആണോ? Okay.